വാർത്തകൾ തുടരുന്നു. ലക്ഷദ്വീപിൽ വിദ്യാഭ്യാസ പ്രതിസന്ധി. അഗത്തി, ആന്ത്രോത്ത് ദ്വീപുകളിൽ ദ്വീപ് ഭരണകൂടം സ്കൂളുകൾ അടച്ചുപൂട്ടി. അഗത്തിയിൽ 5 സ്കൂളുകൾ ഉണ്ടായിരുന്നത് 3 ചുരുങ്ങി. പുതിയ അധ്യയന വർഷം മലയാളം മീഡിയത്തിൽ പ്രവേശനം നൽകുന്നതും അധികൃതർ നിർത്തലാക്കി. സ്കൂളുകൾ പൂട്ടിയതിന്റെ കാരണം അധികൃതർ അറിയിച്ചിട്ടില്ല. അഗത്തിയിൽ രക്ഷിതാക്കൾ പ്രതിഷേധം തുടരുകയാണ്. എന്റെ പിറകിലുള്ള ഈ സ്ഥലത്തായിരുന്നു 2 മാസം മുമ്പ് വരെ ഗവൺമെന്റ് SB സ്കൂൾ കവർത്തി നിലനിന്നിരുന്നത്. ആ സ്കൂൾ പുനർനിർമ്മാണത്തിന് വേണ്ടി പൊളിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഇവിടുത്തെ കുട്ടികളെ അടുത്തുള്ള ബിൽഡിംഗ് 1 മുതൽ 5 വരെയുള്ള കുട്ടികളെ അടുത്തുള്ള ഡയറ്റ് ബിൽഡിങ്ങിലോട്ടും അതിന് മുകളിലുള്ള 6 മുതൽ 8 വരെയുള്ള കുട്ടികളെ PMC ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലോട്ടും മാറ്റാനായിരുന്നു തീരുമാനം. അതിനെതിരെ ഞങ്ങളന്ന് നിയമപരമായിട്ടും SMC രക്ഷിതാക്കളുടെ കൂട്ടായ്മയും നേരിട്ട് പ്രിൻസിപ്പലിനെയും ഇവിടുത്തെ വിദ്യാഭ്യാസ അധികാരികളെയും കണ്ട് അതിന്റെ പ്രശ്നവശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ഉറപ്പ് തന്നത് കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത വിധം എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടായിരിക്കും അവരെ മാറ്റുക എന്നുള്ള ഉറപ്പായിരുന്നു. എന്നാൽ അവരുടെ വീണ്ടും ഓർഡർ കണ്ട ഉടനെ ഞങ്ങൾ വീണ്ടും സന്ദർശിച്ചു. അതിലുള്ള കൺസേൺസ് ഞങ്ങൾ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികളാണ്, അവർക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വേണമെന്നും മുതിർന്ന കുട്ടികളോടൊപ്പം ഇടകലർന്ന് പഠനം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റിയും വിദ്യാഭ്യാസ വകുപ്പ് മേധാവികളെ ഉണർത്തിയിരുന്നു. കോടതിയിലും നിയമപരമായി നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്ത അഫിഡവിറ്റ് അനുസരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് കോടതി തീർപ്പ് കൽപ്പിക്കുകയാണ് ചെയ്തത്. ആ അഫിഡവിറ്റിൽ പറഞ്ഞിരുന്നത് കുട്ടികൾക്ക് വേണ്ട സുരക്ഷാ ഒരുക്കങ്ങൾ അവിടെ സ്കൂൾ റീഓപ്പണിങ്ങിന് മുമ്പ് തന്നെ എല്ലാം ചെയ്തു തീർത്തിട്ടുണ്ടാവും. ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ക്ലാസ് റൂം സൗകര്യങ്ങൾ, ബാക്കി സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ റെഡിയായിരിക്കും എന്നാണ് അഫിഡവിറ്റിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് കേരള ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തത്. എന്നാൽ 2 മാസങ്ങൾക്കിപ്പുറം ഇന്ന് സ്കൂൾ അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, എന്താണ് ദ്വീപിൽ സംഭവിക്കുന്നത്? ഇങ്ങനെ സ്കൂളുകൾ അടച്ചുപൂട്ടിയത് അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ എത്ര കണ്ട് പ്രതിസന്ധിയിൽ അകപ്പെടുത്തുന്നുണ്ട്? എന്താണ് ഈ സ്കൂൾ പൂട്ടിയതിന് കാരണമായി അധികൃതർ പറയുന്നത്? ഔദ്യോഗിക വിശദീകരണം എന്താണ്? 11/5/2025 ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ JP സ്കൂൾ സൗത്ത് അത് പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുന്നു. അതിന് പകരം ആ വിദ്യാർത്ഥികളെ ഏകദേശം 200-210 വിദ്യാർത്ഥികളടക്കം പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ആ സ്കൂൾ പൂർണ്ണമായും നിർത്തലാക്കി പകരം അവിടുത്തെ വിദ്യാർത്ഥികളെ പകരം നോർത്തിലെ സ്കൂളിലേക്ക് ഒരു 3-4 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സ്കൂളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ പ്രതിസന്ധിയാണ്. ഒപ്പം തന്നെ അകത്തിലൊരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നേരത്തെ 5 സ്കൂളുകൾ ഉണ്ടായിരുന്നു. വളരെ നേരത്തെ ഒരു സ്കൂൾ മുമ്പ് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം 4 സ്കൂളുകളിലാണ് അവിടുത്തെ നിരവധിയായ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു സ്കൂൾ വീണ്ടും പൂട്ടപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും വലിയ പ്രതിസന്ധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല ഈ രാവിലെ 9-9:30 മണി വരെ 9 മണി വരെ സ്കൂൾ മദ്രസ വിദ്യാഭ്യാസമുണ്ട്. അത് കഴിഞ്ഞ് പലരും ഈ ബൈക്കിലും സൈക്കിളിലും ഒക്കെയായി വിദ്യാർത്ഥികളുമായി നേരത്തെ സ്കൂളുകളിൽ എത്തിയിരുന്നതാണ്. പക്ഷെ വീണ്ടും 3-4 കിലോമീറ്റർ അധികം സഞ്ചരിക്കുന്നതോടുകൂടി വലിയ പ്രതിസന്ധി യാത്രാ പ്രശ്നത്തിലും കുട്ടികൾ നേരിടുന്നു എന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ നോർത്തിലെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ അധികമായി വരുമ്പോൾ ഒരുക്കേണ്ട ഏറ്റവും പരിമിതമായ സാഹചര്യത്തിലാണ് നിലവിൽ ആ സ്കൂൾ തന്നെയുള്ളത്. അവിടെ മറ്റൊരു സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരുക്കേണ്ട ചില ക്രമീകരണങ്ങളുണ്ട്. മതിയായ സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഈ വിദ്യാർത്ഥികളെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ആ സ്കൂൾ പൂട്ടി മറ്റൊരു സ്കൂളിലേക്ക് ആക്കുമ്പോൾ വേണ്ടത്ര മുന്നൊരുക്കമോ ക്രമീകരണമോ നടത്തിയില്ല എന്നുള്ളൊരു പരാതി, വ്യാപകമായ ആക്ഷേപം നിലവിലുണ്ട്. ഒപ്പം തന്നെ ആന്ധ്രോത്തിലും സമാനമായ മേച്ചേരി സ്കൂൾ ഉൾപ്പെടെ പൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇത് ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസ നയത്തിൽ കാര്യമായ മാറ്റം കഴിഞ്ഞ 2023 മുതൽ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ചില നടപടികൾ ലക്ഷദ്വീപ് ഭരണകൂടം കൈക്കൊള്ളുന്നത് ഉൾപ്പെടെയുള്ള പരാതികളാണ്. MP ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയിരുന്നു. മാത്രമല്ല സ്കൂളുകൾ പൂട്ടാനും അവിടെ വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും അത് ബന്ധപ്പെട്ട ആളുകളോട്, ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഒരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടത്താതെയാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നതുൾപ്പെടെയുള്ള സൈഫുദ്ദീൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് ഇത് ഇങ്ങനെ ചെയ്യാൻ എന്നതുൾപ്പെടെയുള്ള ഒരു വിശദീകരണം കൃത്യമായി ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് അധികൃതരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നത് അവിടുത്തെ സ്കൂൾ അധികൃതർ ഉൾപ്പെടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ നേരത്തെ നമ്മൾ സംസാരിച്ച ആളുകളൊക്കെ അത് പങ്കുവെക്കുന്നുണ്ട്. എന്താണ് കൃത്യമായ പ്രശ്നം? ഇങ്ങനെ അടച്ചുപൂട്ടാൻ മതിയായ കാരണങ്ങൾ എന്താണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. മാത്രമല്ല ഈ വർഷം അധ്യയന വർഷം സ്കൂൾ തുറക്കുന്ന സമയത്ത് അഡ്മിഷൻ എടുക്കാൻ പോയപ്പോഴാണ് പലരും
ഒരു വാക്കാലുള്ള ഒരു ഓർഡർ വന്നതുപോലെ അവരോട് പറയുന്നത് ഈ വർഷം മുതൽ മലയാള മീഡിയത്തിൽ ചില കാരണങ്ങൾ കൊണ്ട്, എന്താണ് കാരണമെന്ന് പറയാതെ ചില കാരണങ്ങൾ കൊണ്ട് അവരെ മലയാള മീഡിയത്തിൽ പ്രവേശനം അനുവദിക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാരണങ്ങളാണ്. പക്ഷേ അത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ CBSE സ്കൂളിലേക്കുള്ള കൺവെർജൻസ് ചില പ്രശ്നങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പരസ്യമായി അതിനകത്ത് ഒരു ഓർഡർ ഇറക്കിക്കൊണ്ട് എന്താണ് കാരണമെന്ന് വിശദീകരിക്കാൻ പോലും അധികൃതർ തയ്യാറാവുന്നില്ല. രക്ഷിതാക്കൾ പലരും പ്രിൻസിപ്പലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, HMമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും കൃത്യമായ ഒരു മറുപടി ഏതെങ്കിലും തരത്തിൽ മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്ന് മാത്രമാണ് പറയുന്നത്. പകരം എന്താണ് ഇതിന്റെ സാങ്കത്യം, എന്താണ് ഇതിന്റെ ഉത്തരവ് എന്നത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ ഈ ത്രിഭാഷാ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 3 ഭാഷകൾ മാത്രം പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ കോടതിയിൽ ചില നിയമ പോരാട്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള